ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ടെസ്റ്റ് പരമ്പര നാളെ ആരംഭിക്കാനിരിക്കെ ധീരമായ പ്രഖ്യാപനവുമായി ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ എത്തിയിരിക്കുകയാണ്. മറ്റു കളിക്കാരുടെ പ്രകടനങ്ങളെക്കുറിച്ച് അധികം സംസാരിക്കാറില്ലാത്ത രോഹിത് 3 യുവാക്കൾ ഭാവിയിൽ 3 ഫോമാറ്റുകളിലും ഇന്ത്യയുടെ മികച്ച താരങ്ങളാകുമെന്ന് പ്രവചിച്ചിരിക്കുകയാണ്. ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട 3 താരങ്ങളെക്കുറിച്ചാണ് രോഹിത്തിന്റെ പരാമർശം. മത്സരത്തിന് മുന്നോടിയായി നടന്ന വാർത്താ സമ്മേളനത്തിൽ രോഹിത് മൂവരെയും പ്രശംസിക്കുകയും 3 ഫോമാറ്റുകളിലും അവർക്ക് ശോഭനമായ ഭാവി ഉണ്ടാകുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുകയാണ്. മൂവരും ശരിയായ രീതിയിൽ വളർത്തിയെടുക്കപ്പെടുന്നുണ്ടെന്ന് ടീം മാനേജ്മെന്റ് ഉറപ്പാക്കേണ്ടതുണ്ടെന്നും ഇന്ത്യൻ ക്യാപ്റ്റൻ പരാമർശിച്ചു. ശുഭ്മാൻ ഗിൽ, ഋഷഭ് പന്ത് എന്നിവർ അടുത്ത കാലത്തായി ഇന്ത്യൻ ക്രിക്കറ്റിലേക്ക് ഉയർന്നു വന്ന പ്രതിഭാശാലികളാണെങ്കിലും മറ്റ് 3 പേരെയാണ് രോഹിത് ശർമ്മ പരാമർശിച്ചത്. താരതമ്യേന പുതുമുഖങ്ങളായ യശസ്വി ജയ്സ്വാൾ, ധ്രുവ് ജുറൽ, സർഫറാസ് ഖാൻ എന്നിവരെ കുറിച്ചായിരുന്നു അദ്ദേഹം വാചാലനായത്. ടെസ്റ്റ് ക്രിക്കറ്റിൽ വളരെ പുതിയവരാണ് ഇവരെങ്കിലും ബാറ്റ് കൊണ്ട് എന്താണ് ചെയ്യാൻ കഴിയുക എന്നും വിക്കറ്റ് കീപ്പിംഗിലെ ജൂറലിന്റെ മികവുമെല്ലാം നേരിട്ട് ബോധ്യമായി. 3 ഫോമാറ്റുകളിലും ഇന്ത്യയുടെ മികച്ച കളിക്കാരാകാൻ ആവശ്യമായതെല്ലാം അവർക്കുണ്ട് എന്നും രോഹിത് പറഞ്ഞു. ഇന്ത്യക്ക് വേണ്ടി കളിക്കാൻ അങ്ങേയറ്റം പരിശ്രമിക്കുകയും വിജയത്തിനായി ദാഹിക്കുകയും ചെയ്യുന്ന ചെറുപ്പക്കാരാണ് ഇവരെന്നും രോഹിത് അഭിപ്രായപ്പെട്ടു. സെപ്റ്റംബർ 19 ചെന്നൈയിൽ ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് മത്സരത്തോടെയാണ് ഇന്ത്യ തങ്ങളുടെ ഹോം സീസൺ ആരംഭിക്കുന്നത്. 2 ടെസ്റ്റ് മാച്ചുകൾക്ക് ശേഷം T20 പരമ്പര അരങ്ങേറും. ഇതിന് പിന്നാലെ ന്യൂസിലൻഡ് ടീം ഇന്ത്യയിലെത്തും. 3 ടെസ്റ്റ് മാച്ചുകളാണ് കിവികളുമായി ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഇതിനുശേഷം ഇന്ത്യൻ ടീം 5 ടെസ്റ്റ് മാച്ചുകൾ അടങ്ങിയ ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ പങ്കെടുക്കാനായി ഓസ്ട്രേലിയയിലേക്ക് പോകും. ഇതോടെ 4 മാസത്തിനിടെ ഷെഡ്യൂൾ ചെയ്ത 10 ടെസ്റ്റ് മാച്ചുകളുടെ തിരക്കേറിയ സീസൺ അവസാനിക്കും. ഋഷഭ് പന്തും ശുഭ്മാൻ ഗില്ലും യഥാക്രമം 2018 2020 ഇന്ത്യക്കായി റെഡ് ബോൾ ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം വെസ്റ്റ് ഇൻഡീസിനെതിരെ ടെസ്റ്റ് ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ച യശസ്വി ജയ്സ്വാൾ മികച്ച പ്രകടനം പുറത്തെടുത്തു. പിന്നീട് ഈ വർഷം ആദ്യത്തിൽ സുനിൽ ഗവാസ്കറിന് ശേഷം ഇംഗ്ലണ്ടിനെതിരെ ഒരു പരമ്പരയിൽ 700 റൺസ് നേടുന്ന ചരിത്രത്തിലെ 2ാമത്തെ ഇന്ത്യൻ ബാറ്ററായി. വ്യക്തിപരമായ കാരണങ്ങളാൽ വിരാട് കോഹ്ലി വിട്ടുനിന്നതും ഋഷഭ് പന്തിനൊപ്പം KL രാഹുലിന് പരിക്കേറ്റതും ശ്രേയസ് അയ്യരെ ടീമിൽ നിന്ന് ഒഴിവാക്കിയതും രജത് പാത്തിദാർ, സർഫറാസ് ഖാൻ, ധ്രുവ് ജുറൽ, ആകാശ് ദീപ്, ദേവ്ദത്ത് പടിക്കൽ എന്നിവർക്ക് ഇംഗ്ലണ്ട് പരമ്പരയിൽ അരങ്ങേറ്റം കുറിക്കാൻ അവസരം നൽകി. രാജ്കോട്ട് ടെസ്റ്റിൽ ഒരുമിച്ച് അരങ്ങേറ്റം കുറിച്ച സർഫറാസും ജൂറലും കളിച്ച 3 മത്സരങ്ങളിൽ ശ്രദ്ധേയ പ്രകടനം നടത്തി. ഈ മത്സരങ്ങളിൽ നിന്ന് സർഫറാസ് 3 അർദ്ധ സെഞ്ചുറികൾ നേടി. റാഞ്ചി ടെസ്റ്റിലെ പ്ലെയർ ഓഫ് ദി മാച്ച് ആയിരുന്നു ജൂറൽ. ഏറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ത്യ ടെസ്റ്റ് ക്രിക്കറ്റിലേക്ക് മടങ്ങി വരുന്നത്. IPL 2024, T20 ലോകകപ്പ് 2024 എന്നിവ കാരണം T20 ഫോമാറ്റുകളിലാണ് കുറച്ചുകാലമായി ഇന്ത്യൻ താരങ്ങൾ കളിച്ചുകൊണ്ടിരുന്നത്. ഈ കാരണത്താലാണ് എല്ലാ പ്രമുഖ താരങ്ങളും റെഡ് ബോൾ ഫോമാറ്റായ ദുലീപ് ട്രോഫിയിൽ കളിച്ച് കഴിവ് തെളിയിക്കണമെന്ന് BCCI നിർദ്ദേശിച്ചത്. ദുലീപ് ട്രോഫിയിൽ 4 ടീമുകളുടെയും 2 മത്സരങ്ങൾ വീതമാണ് പൂർത്തിയായത്. ഓരോ മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ ഇന്ത്യൻ ടെസ്റ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. 2ാം ടെസ്റ്റിനുള്ള ഇന്ത്യൻ ടീമിനെ പിന്നീടാണ് പ്രഖ്യാപിക്കുക. എന്നാൽ ദുലീപ് ട്രോഫിയിലെ പ്രകടനങ്ങൾ സെലക്ഷനെ കാര്യമായി സ്വാധീനിച്ചിട്ടില്ല.